ആശാ സമരത്തിന് ഐക്യദാർഢ്യവുമായി സാമൂഹിക സാംസ്കാരിക നേതാക്കൾ സമരവേദിയിൽ. സമരത്തിന്റെ 62ാം ദിവസമായ ഇന്ന് സംഘടിപ്പിച്ച പൗരസാഗരത്തിൽ 500ഓളം ആശമാരും സമര അനുകൂലികളും പങ്കെടുക്കുകയാണ്. ജിബിൻ JB ആണ് വിവരങ്ങളുമായി. ജിബിൻ, ആശാ സമരം 62 ദിവസം പിന്നിടുകയാണ്. ഇപ്പോൾ സമരവേദിയിലേക്ക് ഐക്യദാർഢ്യവുമായി പൗരപ്രമുഖരെത്തുന്നുണ്ട്. ആരൊക്കെയാണ് ഇതുവരെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിട്ടുള്ളത്? അഭിലാഷ്, ഈ സമരത്തിന്റെ 62ാം ദിവസമാണ് ഇപ്പോൾ പൗരസാഗരം എന്ന പേരിൽ ഇവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സാംസ്കാരിക നേതാക്കൾ എത്തിയിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക നേതാക്കളാണ് ഈ ആശമാർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിരിക്കുന്നത്. പൗരസാഗരം എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സാമൂഹിക നേതാക്കൾ മാത്രമല്ല, നിരവധി ആശമാരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 500ഓളധികം ആശമാരും പൗരപ്രമുഖരുമാണ് ഈ ഒരു പരിപാടിയിൽ നിലവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ജോസഫ് മാത്യു ആണ് ഈ ഒരു പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ആദ്യം സംസാരിച്ചത്. പിന്നീട് സച്ചിദാനന്ദൻ മാഷ് അദ്ദേഹം നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അയച്ച ഒരു ഓഡിയോ സന്ദേശമാണ് നിലവിൽ ഇപ്പോൾ ഈ സമരപന്തലിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്ന ഒരേ കാര്യമാണ്. കാരണം തോൽക്കാൻ പാടില്ലാത്ത സമരമാണ് ആശമാരുടെ സമരം എന്നാണ് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സംസാരിക്കുന്നത്. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത് തന്നെയാണ്. കാരണം ഒരു ഇടതുപക്ഷ രീതിയിലുള്ള സമരത്തെ ഇടതുപക്ഷ സർക്കാർ തന്നെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ആശാ വർക്കർമാരെന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാന വർഗ്ഗമാണ്. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണം. 21,000 രൂപ എന്ന് അവർ പറയുന്നത് അവരുടെ ഓണറ്റേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് അവർ പറയുന്നുവെങ്കിൽ പോലും ചെറിയൊരു വർധനവെങ്കിലും കൊടുക്കണം. കാരണം സ്ത്രീകളാണ് സമരം ചെയ്യുന്നത്. അവരെ ഒരിക്കലും അടിച്ചമർത്താൻ പാടില്ല. അവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്നാണ് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഐക്യദാർഢ്യം അർപ്പിച്ച് സംസാരിക്കുന്ന എല്ലാ സാംസ്കാരിക നേതാക്കളും പറയുന്നത്. എന്തായാലും ഈ ആശമാരുടെ സമരം ഇപ്പോൾ 62 ദിവസം പിന്നിടുകയാണ്. നിരാഹാര സമരം 24ാം ദിവസവും പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആശമാർ അവർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടില്ല. കഴിഞ്ഞ പലതവണയായി ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ പോലും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇതുവരെയും അംഗീകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, കഴിഞ്ഞ ആഴ്ച തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും അവർ പറഞ്ഞതാണ് ഇപ്പോൾ അവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം 233 രൂപയാണ്. അത് താൽക്കാലികമായി ഒരു 333 രൂപ, ഒരു 100 രൂപയെങ്കിലും വെച്ച് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായി അവർ ഈ സമരം അവസാനിപ്പിക്കാം. പിന്നീട് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി മറ്റ് ട്രേഡ് യൂണിയനുകൾ പറയുന്നത് പോലെ ഒരു പഠന സമിതിയെ വെച്ച് പഠിച്ച ശേഷം മാത്രം മറ്റ് വർദ്ധനവ് ഉണ്ടായാൽ മതി എന്നുള്ളൊരു കാര്യം അവർ അറിയിച്ചു. പക്ഷേ ഈ ഒരു 100 രൂപ സമരവേദിയിൽ നിന്ന്